ഈ ഇൻവെർട്ടേഴ്സ് എല്ലാം 60% ഓവർലോഡിങ് കപ്പാസിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടേഴ്സ് ആണ്. നമുക്ക് മറ്റുള്ള ഇൻവെർട്ടർ മേക്കേഴ്സിന് നമ്മുടെ ഡിഫറൻസ് അതാണ്. ഇതിന് മാക്സിമം നമുക്ക് ഓവർലോഡ് ചെയ്ത് ഇതിന്റെ മാക്സിമം പ്രൊഡക്ഷൻ, അതായത് ലോസ് ഇല്ലാതെ നമുക്ക് എത്രത്തോളം പ്രൊഡക്ഷൻ ആ സൺലൈറ്റിൽ നിന്ന് കിട്ടുമോ അത്രയും നമുക്ക് നമ്മുടെ ഇൻവെർട്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഹോം സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ കമ്പനി ബാംഗ്ലൂരാണ് ഹെഡ് ഓഫീസ്. ട്രിവാൻഡ്രത്ത് കുടപ്പനക്കുന്ന് ഓഫീസുണ്ട്, എറണാകുളത്ത് വൈറ്റ് നമ്മുടെ ഓഫീസുണ്ട്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് ആണ്. ഇതാണ് നമുക്ക് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് വരുന്നത്. നമ്മുടെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് എല്ലാം ട്രാൻസ്ഫോമർ ബേസ്ഡ് ടെക്നോളജി ബിൽറ്റ് ഇൻ MPPT ഉള്ള ഇൻവെർട്ടേഴ്സ് ആണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി 3 kW ആണ്. ഇത് ഈ ഇൻവെർട്ടേഴ്സ് നോർമലി ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് EB സപ്ലൈ ഇല്ലാതെ സോളാർ പവർ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സമയങ്ങൾ ഉപയോഗിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് മോഡേൺ ആയിട്ടുള്ള ലിഥിയം ബാറ്ററീസ് വരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ 3 kW വരുമ്പോഴത്തേക്കും 24 വോൾട്ട് ആണ് ഇതിന്റെ DC, അതായത് ബാറ്ററി വേണ്ടത്. നമുക്ക് ലിഥിയം ബാറ്ററീസ് വരെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുമ്പോൾ ഇപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്ത് വരുന്നതാണ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ്. ഈ കാണുന്ന ഞങ്ങളുടെ ഒരു 3 kW ഓൺ ഗ്രിഡ് സിസ്റ്റം ആണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കപ്പാസിറ്റി പാനൽസും സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഓഫ് ഗ്രിഡ് 5 ഇയേഴ്സിന്റെ സർവീസ് വാറന്റിയാണ് വരുന്നത്. ഈ ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് നമുക്ക് 8 ഇയേഴ്സിന്റെ വാറന്റിയാണ് കിട്ടുന്നത്. എത്ര സ്ട്രിങ് പറഞ്ഞാൽ ഇത് സിംഗിൾ സ്ട്രിങ് ആണ്. നമുക്ക് 3ഉം 5ഉം സിംഗിൾ സ്ട്രിങ് ആണ് വരുന്നത്. മാക്സിമം ഇൻപുട്ട് ആകുമ്പോൾ എത്ര വരുന്നത്? ഇൻപുട്ട് നമുക്ക് 20 വരെ, അതായത് ടോപ്പ് കോൺ പാനൽസ് സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഇൻവെർട്ടേഴ്സ്. എത്ര വാട്ട്സ് ആണ്? അപ് ടു എത്ര വാട്ട്സ് ആണ്? വാട്ട്സ് നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പം 560 വരെയൊക്കെയാണ് നമ്മൾ മാക്സിമം ഇതിൽ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇത് വാറണ്ടി എത്ര വർഷം? വാറണ്ടി 8 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ കിട്ടും. ഞങ്ങളുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സിന് 8 ഇയേഴ്സിന്റെ വാറണ്ടിയാണ് വരുന്നത്. കൂടാതെ വാറണ്ടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. 8 ഇയേഴ്സിന് മേളിൽ നമ്മൾ വാറണ്ടി എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഓൺ ഗ്രിഡ് മോഡൽസിൽ എല്ലാത്തിലും വാറണ്ടി എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. പിന്നെ ഓവർലോഡിങ്, ഈ ഇൻവെർട്ടേഴ്സ് എല്ലാം 60% ഓവർലോഡിങ് കപ്പാസിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടേഴ്സ് ആണ്. നമുക്ക് മറ്റുള്ള ഇൻവെർട്ടർ മേക്കേഴ്സിന് നമ്മുടെ ഡിഫറൻസ് അതാണ്. ഇതിന് മാക്സിമം നമുക്ക് ഓവർലോഡ് ചെയ്ത് ഇതിന്റെ മാക്സിമം പ്രൊഡക്ഷൻ, അതായത് ലോസ് ഇല്ലാതെ നമുക്ക് എത്രത്തോളം പ്രൊഡക്ഷൻ ആ സൺലൈറ്റിൽ നിന്ന് കിട്ടുമോ അത്രയും നമുക്ക് നമ്മുടെ ഇൻവെർട്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണേ നമ്മൾ എത്ര പെർസെന്റേജ് അടയ്ക്കണം? അത് നമുക്കിപ്പോൾ വാറണ്ടി എക്സ്റ്റൻഷൻ നോർമലി നമ്മൾ 15% ആണ് ടോട്ടലിന്റെ മേടിക്കുന്നത് വർഷത്തിന്. അത് നമുക്ക് എത്ര വർഷമാണെന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ടോട്ടൽ പ്രൈസിങ് വരുന്നത്. അതായത് നമ്മൾ മുന്നേ കണ്ട ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന്റെ 5 kW വേർഷൻ ആണ്, അതായത് 5 kW മോഡലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻവെർട്ടർ വന്നിട്ട് 2 സ്ട്രിങ് ആണ് വരുന്നത്. മാത്രമല്ല നമുക്ക് ഇതിന്റെ റിയൽ ടൈം പാരാമീറ്റേഴ്സ്, ജനറേഷൻ എല്ലാം തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അറിയാൻ പറ്റും. മാത്രമല്ല ഇതും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ 60% ഓവർലോഡിങ് വരുന്ന ഇൻവെർട്ടേഴ്സ് ആണ്. ഇതിന്റെ ഹീറ്റ് സിങ് എല്ലാം വന്നിട്ട് അലോയ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇതിന്റെ ബോഡി ഹീറ്റ് വളരെ കുറവായിരിക്കും. മാത്രമല്ല ഇത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഡിസിപ്പേറ്റ് ആയി പോവുകയും ചെയ്യും. ഈ ഇൻവെർട്ടേഴ്സ് നമുക്ക് 8 ഇയേഴ്സ് തന്നെയാണ് വാറണ്ടി വരുന്നത്. എക്സ്റ്റൻഡഡ് വാറണ്ടി അവൈലബിൾ ആണ്, അപ്സ് ഓൺ ടേംസ് ആയിരിക്കും. മാത്രമല്ല ഇത് 60% ഓവർലോഡിങ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഹീറ്റ് സിങ് എല്ലാം ഹീറ്റ് വേഗം ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്.